ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചുവന്നുള്ളി വെച്ച് ഒരു അടിപൊളി കറിയാണ്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 200 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ തോല് കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ 2 തവണ കഴുകിയെടുക്കാം. നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 തവണ ചുവന്നുള്ളി നല്ലപോലെ തിരുമ്മി കഴുകിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 10 വെള്ളുള്ളി അല്ലി, ഒരു പഴുത്ത തക്കാളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വേണം. അപ്പോൾ നമുക്കത് കറികൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂൺ ഉലുവ, 1/4 സ്പൂൺ കടുക്, 1/4 സ്പൂൺ കുരുമുളക് അതേപടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂപ്പായ ഉടനെ തന്നെ നമ്മൾക്ക് ചുവന്നുള്ളി കഴുകി വൃത്തിയായി നമ്മൾ വെള്ളമൊക്കെ തുടച്ച് വെച്ചാണ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടെ വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ശരിക്കും ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കുക. കുരുമുളക് അതേപടിക്ക് ഇട്ടത് നല്ലൊരു ടേസ്റ്റാണ് കടിക്കാൻ. അതൊന്ന് വഴന്ന് വരാനായിട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി ഒന്ന് വഴന്ന് വരുന്ന ഒരു ഘട്ടം ആവട്ടെ. ഈ സമയത്ത് നമ്മൾക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കണം. അത് നന്ന പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് ഒരു 1-1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തമിഴ്നാടൻ സ്റ്റൈൽ കറിയാണ്. അപ്പോൾ ഇതേപോലെ തക്കാളിയെല്ലാം ശരിക്കും അതൊന്ന് മെൽറ്റായി ശരിക്കും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കണം. ഇതേപോലെ ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം പുളി എരിവുള്ള നല്ല സൂപ്പർ കറിയാണ്. ചോറിന് മാത്രമല്ല ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. 2-3 ദിവസം അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് അളവ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ലപോലെ തിളപ്പിച്ച എണ്ണയൊന്ന് തെളിഞ്ഞ് വരുവോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് പോരാകിയുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഈ കറി ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ചെറിയ 2-3 പീസ് ശർക്കര അതുകൂടി ചേർത്തു. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. തമിഴ്നാട്ടിൽ ഇതിനെ കാരക്കുഴമ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പാലക്കാടൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറുണ്ട് വീടുകളിലൊക്കെ. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനൊരു ബൗളിലേക്ക് പാർത്തി കാണിച്ചു തരാം. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ചുവന്നുള്ളി കറി. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കറി മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഒരു മുരിങ്ങയില തോരനും കൂടി ഉണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.